കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജഗദീപ് സുസ്മിതയോട് പറയണേണ്, സുസ്മിതേ, ഇനി ഒരു ഇലക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ നിൻ്റെന്ന് ചിലപ്പോൾ ഈ അധികാരം തന്നെ നഷ്ടമാകും. അപ്പം നീ വേറൊരു പ്രജയായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പറയുന്ന നീ കേൾക്ക്. ശാലിനിയെ ഇപ്പോൾ IAS സ്ഥലത്ത് ജില്ലാ കളക്ടർ. അതുകൊണ്ട് ശാലിനിക്ക് മുമ്പിൽ എല്ലാ അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് സാഷ്ടാംഗ പ്രണാമം നടത്തി കാലി പിടിച്ച് മാപ്പപേക്ഷിക്കുന്നത് നിനക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു പോകാം. അന്നേരം ചന്ദ്രബോസ് ജഗദീപിനെ നേർക്ക് തല്ലാനായിട്ട് കൈവാങ്ങുക. അന്നേരം സുസ്മിത ചന്ദ്രബോസിനെ വിളിച്ച് അവിടെ നിന്ന് പോകുക. ചിറ്റപ്പൻ ഇങ്ങോട്ട് വന്നേ, ഇനിയും അവിടെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ അയാളുടെ തലമുടി അടിച്ച് പൊട്ടിക്കും. ഈ ജഗദീപ് ഇവനെൻ്റെ തലയിലാവാൻ കാരണം ആ ശാലിനിയാ. ആ ഒരൊറ്റ കാരണം മതി ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ അവൾ എനിക്ക് തല്ലിക്കൊല്ലാൻ. എല്ലാത്തിനും ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസിനെയും കുട്ടി സുസ്മിത അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഇത് കണ്ടോണ്ട് നിൽക്കുന്ന ജഗദീപ് പറയണേ, ഇനിയിപ്പോൾ എന്താ ഗോവിന്ദ. അങ്ങനെ പറഞ്ഞ് ജഗദീപ് അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് കേട്ടോ. അവിടെ പുറത്ത് തന്നെ ഇരിക്കുവാണ് രാഘവനും അർജുനും രോഹിത്തും ഒക്കെ. എല്ലാവരും വിഷ്ണു വരുന്നത് കാത്തിരിക്കുവാണ്. രാഘവൻ പറയണേ, കാണുന്നില്ലല്ലോ, ഇനി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണോ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ? അന്നേരം അർജുൻ പറയണേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പോലീസുകാർക്ക് അതനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അവർ തന്നെ കൊണ്ടുപോയതുപോലെ തന്നെ വിഷ്ണുവിനെ തിരികെ കൊണ്ടുവന്നോളും. കളക്ടറുടെ ഉത്തരവ് പാലിക്കാതിരുന്ന പ്രശ്നം അവർക്ക് തന്നെയാണ്. ഈ സമയം ശ്യാമ പപ്പി മോളെ അവിടേക്ക് അന്വേഷിക്കുക. ഈ പപ്പി ഇതെവിടെ പോയി? മോളെ പപ്പി അങ്ങനെ പറഞ്ഞ് പോകുമ്പോഴായിരിക്കും ബാൽക്കണിയിൽ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ പപ്പിയുടെ അരികിൽ പോയി നിന്നിട്ട് ശ്യാമ ചോദിക്കണേ, മോളെ മരുന്ന് കഴിക്കണ്ടേ? മോൾക്ക് പനിയല്ലേ, പിന്നെ ഇതിന് ഇവിടെ വന്നിരിക്കുന്നത്? ഈ സമയം പപ്പി പറയണേ, വല്യച്ഛൻ ഉടനെ വരുമെന്നല്ലേ പറഞ്ഞത്. വല്യച്ഛൻ വരുമ്പോൾ ആദ്യം എനിക്ക് തന്നെ കാണണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ സമയത്ത് തന്നെ വിഷ്ണു പോലീസ് ജീപ്പിൽ അവിടെ എത്തുവാണ്. അങ്ങനെ പോലീസ് ജീപ്പ് കാണുന്നതും ഹായ് വല്യച്ഛൻ വന്നേ എന്നും പറഞ്ഞ് പപ്പി താഴേക്ക് ഓടുവാണ് കേട്ടോ. ശ്യാമ സൂക്ഷിച്ചെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ പപ്പിമോള് താഴത്തേക്ക് ഓടി വരുവാണ്. അങ്ങനെ വിഷ്ണുവിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുവാണ്. ഈ സമയം ജീപ്പിൽ നിന്ന് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഇതേ സമയത്തിന് പപ്പി ഓടിച്ചെന്ന് വല്യച്ചാന്ന് പറഞ്ഞ് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുവാണ്. അന്നേരം പപ്പീനെ കാണുമ്പോൾ വിഷ്ണുവിന് ഒത്തിരി സന്തോഷമാകുക. വിഷ്ണു ആ പപ്പി കിട്ടി എന്നും പറഞ്ഞ് വിഷ്ണു പപ്പിമോളെ എടുത്ത് കറക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പപ്പിയും കുറേ ഉമ്മയൊക്കെ കൊടുക്കുവാണ് കേട്ടോ വിഷ്ണുവിന്. അതൊക്കെ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുമായിരിക്കും രാഘവനും അർജുനും ഒക്കെ. ഈ സമയം ബാമയും അങ്ങോട്ടേക്ക് ഓടി വരുവാണ്. അങ്ങനെ വിഷ്ണു പപ്പിയും കുട്ടി അകത്തേക്ക് കയറുവാണ്. ആ സമയം ബാമ ചോദിക്കണേ, വിഷ്ണു മോനെ, നിന്നെ അവർ പിന്നെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? ഇല്ലമ്മേ. അന്നേരം അർജുൻ പറയണേ, വിഷ്ണു ഞങ്ങൾ നിന്നെ പുറത്തിറക്കാൻ കുറേ ശ്രമിച്ചതാ, അതൊക്കെ എനിക്കറിയാം അർജുന്. ഈ സമയം വിഷ്ണുവിനെ അവിടെ കൊണ്ടാക്കാൻ 2 കോൺസ്റ്റബിൾസും കൂടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലൊരാൾ പറയുക, സത്യം പറഞ്ഞാൽ കളക്ടർ ഇടപെട്ടതുകൊണ്ട് തന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ ആശാനെ പുറത്തിറക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ആ ACPയും കൂട്ടരും കൂടി എന്തെല്ലാം കേസുകൾ ആശാൻ്റെ തലയിൽ കെട്ടിവെച്ചാനേന്നറിയില്ല. പിന്നെ സത്യാമേ, എന്നോടൊന്നും തോന്നരുത്. മേലധികാരികൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ട കോൺസ്റ്റബിൾമാർക്ക് അതൊക്കെ കണ്ട് നോക്കി നിൽക്കാനേ പറ്റൂ. അന്നേരം വിഷ്ണു പറയണേ, അതൊക്കെ അറിയാന്നേ, എന്നാൽ പിന്നെ ആശാനെ ഞങ്ങൾ ചെല്ലുക. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അവിടെ നിന്നും പോകുവാണ്. ഈ സമയം രാഘവൻ അർജുനോട് ചോദിക്കണേ, അല്ല നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അവർ റെയ്ഡ് ചെയ്ത് അതിനെതിരെ നടപടി എടുത്തിരിക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ? അന്നേരം അർജുൻ പറയണേ, അതിൻ്റെ കാര്യങ്ങളിലും കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും വീണ്ടും അന്വേഷിക്കണമെന്നും എന്നിട്ട് മാത്രം ഒരു പുതിയ തീരുമാനം എടുത്താൽ മതി എന്നാണ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടൊക്കെ ഉടനെ തന്നെ നമുക്ക് വീണ്ടും പഴയതുപോലെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയം അത് കേൾക്കുമ്പോൾ രാഘവൻ ചോദിക്കണേ, അല്ല ഈ പുതിയതായിട്ട് വന്ന കളക്ടർക്ക് നമ്മളോടെന്താ ഇത്ര പ്രിയം? അന്നേരം അർജുൻ പറഞ്ഞേ, ഇതിനു മുമ്പുണ്ടായിരുന്ന കളക്ടർ ഒരു അഴിമതിക്കാരനായിരുന്നല്ലോ. അയാൾ കാരണം സർക്കാരിന് നല്ല രീതിക്ക് ചീത്തപ്പേരായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഉണ്ടാക്കി വെച്ച കറ മാറ്റാൻ സർക്കാർ നേരിട്ട് തന്നെ എടുത്ത തീരുമാനം പുതിയ കളക്ടറെ കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കളക്ടർ ഇത്തരത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. മാത്രമല്ല പഴയ കളക്ടർ ഇടപെട്ട കേസാണല്ലോ വിഷ്ണുവിൻ്റേത്. അതുകൊണ്ട് തന്നെയായിരിക്കും വിഷ്ണുവിന് ഇത്രയും പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിച്ചതും നമ്മുടെ കാര്യങ്ങൾ ആദ്യം തന്നെ കളക്ടർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതും. അന്നേരം രാഘവൻ പറഞ്ഞേ, അത് ശരി, അപ്പോൾ അതായിരുന്നല്ലേ. അല്ലാതെ പുതിയ കളക്ടർക്ക് നമ്മളോട് പ്രിയം തോന്നേണ്ട പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഈ സമയം രോഹിത് പറയണേ, ബ്രോ എന്താണെങ്കിലും ബ്രോ പുറത്തു വന്നല്ലോ. ബ്രോന് ഒരാവശ്യമില്ലാതെ ജയിലിലിട്ട ആ ചന്ദ്രബോസിനെ ഒരു പാഠം പഠിപ്പിക്കണം. അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും മുമ്പിൽ വെച്ച് തന്നെ അയാൾക്കിട്ടൊരു പണി കൊടുക്കണം. ബ്രോയോട് ചെയ്തത് അയാൾക്കും തിരിച്ചു ചെയ്യണം. അതിന് ബ്രോയുടെ കൂടെ ഞാനുണ്ട്. അന്നേരം വിഷ്ണു പറയണേ, അതിനെനിക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്നോട് അയാൾ ചെയ്തതിന് അതിന് ഞാൻ തിരിച്ചു കൊടുത്തോളാം. നീ അതിലിടപെടണ്ട. നിനക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതാ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. പപ്പിമോള് വാ, നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിമോളെയും കൂട്ടി അകത്തേക്ക് പോകുവാണ്. ഈ സമയം ഭാമ പറയണേ, വിഷ്ണു അവൻ ഇങ്ങനെയല്ലായിരുന്നു, അവൻ വല്ലാതെ ഒതുങ്ങിപ്പോയി. അന്നേരം രാഘവൻ പറഞ്ഞേ, ശരിയാ ഭാമി നീ പറഞ്ഞത്.
പപ്പിമോൾ വന്നതിന് ശേഷം അവന് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും കാണാത്ത അദൃശ്യമായിട്ടൊരു ബന്ധമുണ്ട് പപ്പിമോളും വിഷ്ണുവും തമ്മിൽ. അന്നേരം രോഹിത് ചോദിക്കണേ, അല്ല പപ്പിമോൾക്ക് പനിയായിരുന്നല്ലോ, അവളുടെ പനിയൊക്കെ മാറിയോ? അന്നേരം രാഘവൻ പറയണേ, ആ പിന്നെ വിഷ്ണുവിനെ കണ്ടപ്പോഴേക്കും പനിയൊക്കെ പമ്പ കിടന്നു. പപ്പിമോൾക്ക് വിഷ്ണുവിന് പപ്പിമോളും ജീവന, അവർക്ക് തമ്മിൽ അദൃശ്യമായൊരു ബന്ധമുണ്ട്. അങ്ങനെ അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശ്യാമൊക്കെ വല്ലാണ്ടാവുന്നുണ്ട്. ശ്യാമയുടെ മുഖമൊക്കെ മാറുവാണ്. പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീയാണ്. അവിടെ ശാലിനിയെ സ്വീകരിക്കാനായിട്ട് വീടെല്ലാം അലങ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല നാട്ടുകാരൊക്കെ അവിടെ കൂടിയിട്ടുണ്ട്. കുറുപ്പ് മാഷുണ്ട്, അതുപോലെ അയൽപ്പക്കത്തെ ആൾക്കാരും ശങ്കരനും ഒക്കെ ഉണ്ട്. ഈ സമയം കുറുപ്പ് മാഷ് ശാലിനിയെക്കുറിച്ച് അഭിമാനത്തോടെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ശാലിനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം അവൾ ഇന്ന് നേടിയെടുത്തിരിക്കുകയാണ്. ഉറങ്ങുമ്പോൾ കാണേണ്ടതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം. ഈ വാക്കുകൾ പറഞ്ഞത് ആരാണെന്നറിയോ? അന്നേരം ശങ്കരൻ പറയണേ, അയ്യോ സത്യമായിട്ടും ഞാനല്ല. ആ സമയം കുറിപ്പ് പറയണേ, ഹോ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ എന്നെ വേണം പറയാനായിട്ട്. അങ്ങനെ അവർ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ശാന്ത അവർക്കുള്ള ചായമായിട്ട് എത്തുവാണ്. അങ്ങനെ ശാന്തയെ കാണുമ്പോൾ കുറിപ്പ് സാർ ചോദിക്കണേ, അല്ല ശാരദാമ്മ എവിടെ? അന്നേരം ശാന്ത പറയണേ, ശാരദാമ്മയുടെ കാര്യം അറിയില്ലേ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിന്നെ ചുറ്റുപാട് നടക്കുന്നത് ഒന്നും ശ്രദ്ധയുണ്ടാവില്ല. അകത്ത് പൂജാമുറി നിൽക്കുക. ഈ സമയം ശാന്ത ചോദിക്കണേ, അല്ല ശാലിനി മോൾ വരുമ്പോൾ ഇവിടെയാണോ താമസിക്കുന്നത്? ശാലിനി മോൾക്ക് വേണ്ടി പ്രത്യേകം ബംഗ്ലാവും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അന്നേരം കുറുപ്പ് സാറ് പറയണേ, ശാലിനി അതൊക്കെ വേണ്ടാന്ന് സർക്കാരിന് എഴുതി കൊടുത്തിട്ടുണ്ട്, അവളുടെ ഈ വീട്ടിൽ താമസിച്ചോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ശങ്കരൻ ചോദിക്കണേ, അപ്പോൾ ശാലിനി മോള് വരുമ്പോൾ കൂടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ടാവില്ലേ? ആ സമയം കുറുപ്പ് സാറ് പറയണേ, ഏയ് അതൊന്നും ഉണ്ടാവില്ല. കളക്ടർക്ക് വേണ്ടാന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ഇനി പോലീസുകാർ വരില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെയാണ്. ഇതേസമയം കാറിന് വന്നുകൊണ്ടിരിക്കുന്ന ശാലിനിയും കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശാരദാമ്മേനെ. ഭഗവാനെ, 25 വർഷങ്ങളായി ഞാൻ കാണുന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട ദിവസം ഇന്ന്. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, അത്രയ്ക്ക് സന്തോഷമുണ്ട്. എൻ്റെ ശാലിനി ജില്ലാ കളക്ടറായി മാറിയിരിക്കുന്നു. ഇതിലും വലിയൊരു ഭാഗ്യം എനിക്ക് എന്താ വേണ്ടത്? അങ്ങനെ ഭഗവാൻ നൽകിയ ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ. ഈ സമയം പുറത്തു നിൽക്കുന്ന ശങ്കരൻ കുറുപ്പിനോട് ചോദിക്കുക, അല്ല കുറുപ്പ് സാറേ, ശാലിനി മോള് ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇനി പഴയതുപോലെ കുടുംബശ്രീ ഹോട്ടലൊക്കെ ഉണ്ടാകുമോ? ഒരു കളക്ടറുടെ വീട്ടിൽ മുമ്പിൽ തന്നെ അമ്മ ചായക്കട നടക്കുക എന്ന് പറയുന്നത് ശാലിനി മോൾക്ക് കുറച്ചിലാവില്ലേ? അന്നേരം ശാന്ത പറയണേ, ദേ ശങ്കരേട്ട ഓരോന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ഉപജീവന മാർഗം കളയല്ലേ. ഈ സമയം കുറുപ്പ് സാർ പറയണേ, ശാലിനി വളർന്നതും പഠിച്ചതുമൊക്കെ ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ലേ, അതൊന്നും ശാലിനിക്ക് ഒരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് ഇതൊന്നും ഒരു അന്തസ്സ് കുറവായിട്ട് തോന്നുകയില്ല. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കളക്ടറിൻ്റെ കാറത്തുമാണ്. അങ്ങനെ ഈ കാറ് കാണുമ്പോഴേക്കും ശങ്കരൻ പറയണേ, ദേ ശാലിനി മോള് വന്നു എന്ന് തോന്നുന്നു. അതെ, അത് കളക്ടറിൻ്റെ കാറ് തന്നെയാണ് എന്ന് ശാന്തയും പറയുവാണ് കേട്ടോ. അങ്ങനെ ശാലിനി കാറ് തുറക്കുന്നതും അവിടെ ആൾക്കാർ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒച്ചയും ബഹളം കേട്ട് ശാരദാമ്മയും പുറത്തേക്ക് വരുവാണ് കേട്ടോ. പിന്നാലെ ശാരികയും വരുന്നുണ്ട്. അങ്ങനെ അമ്മയെ കാണുന്നതും ശാലിനി ഓടിച്ചെന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിക്കുവാണ്. മോളെ ശാലിനി അങ്ങനെ പറഞ്ഞ് മുറുക്കെ കെട്ടിപ്പിടിക്കുവാണ് ശാലിനിയെ. എന്നിട്ട് ശാലിനിയെ കണ്ണ് നിറച്ചിങ്ങനെ കാണുക. എന്നിട്ട് പറയണേനും, മോളെ നീ വല്ലാണ്ടങ്ങ് മാറിപ്പോയി, എന്നേക്കാളും പക്വതയും കരുത്തും ഒക്കെ വന്നതുപോലെ. 6 വർഷമില്ലേ കാണുന്നത്, 6 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. എൻ്റെ മോള് ജില്ലാ കളക്ടറായിരിക്കുന്നു, ഇതിലും വലിയൊരു കാഴ്ച ഇനി എനിക്കിനി കാണാനില്ല. അന്നേരം ശാലിനി പറയണേ, അമ്മേ നമ്മൾ ഒന്നിച്ച് കണ്ട സ്വപ്നമല്ലേ ഇത്? എന്നിട്ട് ശാരികയുടെ അടുത്തേക്ക് പോവുക. ശാരിക ചേച്ചി അങ്ങനെ പറഞ്ഞ് ശാരിനെ കെട്ടിപ്പിടിക്കുവാണ്. ചേച്ചിക്ക് സുഖമല്ലേ? രാജീവ് സാറൊക്കെ? അന്നേരം ശാരി പറയണേ, സുഖം. രാജീവ് സാറ് കാനഡയിൽ ജോലി കിട്ടി, നീ അറിഞ്ഞില്ലേ? ആ ഞാൻ അറിഞ്ഞായിരുന്നു. സാറിൻ്റെ അമ്മയും അമ്മാവനും ഒക്കെ അവിടെയുണ്ട്, ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും. ഒത്തിരി സന്തോഷമായി മോളെ മോളുടെ കാര്യത്തിൽ. ഈ സമയം ശാരദ പറയണേ, മോളെ ദേ കുറുപ്പ് സാറ് കാരണോ നീ നിന്റെ ഈ സ്വപ്നം സാക്ഷാത്കരിച്ചത്. അന്നേരം കുറുപ്പ് പറയണേന്, അധ്യാപകരുടെ എന്ന നിലയിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ചു. പക്ഷേ ഒരമ്മയുടെ അത്രയും വരില്ല ഒരിക്കലും അത്. ഒരു അമ്മ എന്ന് പറയുന്നത് ഒരു നല്ല അധ്യാപികയും കൂടിയാണ്. ശാലിനിയുടെ വളർച്ചയിൽ ശാരദ നമുക്ക് അഭിമാനിക്കാം. ഈ സമയം ശാരദ ശാലിനിയോട് ചോദിക്കണേ, അല്ല മോളെ നീ മോളെ കൊണ്ടുവന്നില്ലേ, അവളെവിടെ? അന്നേരം ശാലിനി പറയണേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ദീർഘദൂരം യാത്രയായിരുന്നല്ലോ, അവളാകെ ടയേർഡായി, അവൾ ഗസ്റ്റ് ഹൗസിലാക്കിയിട്ടാണ് ഞാൻ ചാർജ് എടുക്കാൻ പോയത്. അയ്യോ, അപ്പം നീ അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ? അവളെ കാണാൻ കൊതിയാവുന്നു. അന്നേരം ശാലിനി പറയണേ, അമ്മ വിഷമിക്കണ്ട, ഇങ്ങോട്ടേക്ക് ഞാൻ അവളെയും കൂട്ടിയിട്ടുണ്ട്, കാറി കിടന്നുറങ്ങുക, ഞാൻ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ശാലിനി ഡോർ തുറന്ന് മോളെ സത്യഭാമേ അങ്ങനെ വിളിക്കുവാണ്. അങ്ങനെ ആ പേര് കേൾക്കുന്നതും ശാരദ ഒന്ന് അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. അങ്ങനെ എല്ലാവരും മോളെ കാണാനായിട്ട് കാറിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഈ സമയം മോള് കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ.